Assalamualaikum warahmatullahi taala wabarakatuh. Alhamdulillah, assalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in amma ba'du. എനിക്കറിയാം ബഹുമാനമുള്ള ഉസ്താദുമാരെ വിദ്യാർത്ഥികളെ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ നമ്മൾ ഒരുമിച്ചുകൂടിയിരിക്കുന്നത് ജാമിഅ ഇസ്ലാമിയ ജൂനിയർ ആസ്പത്രിയുടെ വേദിയിലാണല്ലോ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. യാത്ര പോകുന്നത് പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളാണ് വിശേഷമാക്കി എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. മുഅ്മിനീങ്ങളെ, നാം എന്തിനാണ് എല്ലാവരും പ്രസിദ്ധിയേറിയ പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളെന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? നമുക്കറിയാം, യുക്തിവാദവും നിരീശ്വരവാദവുമായി നാടപ്പെടുന്ന ഈ കാലഘട്ടത്തിലും ഈ വിശാലമായ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ഒരു ബുദ്ധിയും യുക്തിയുമുള്ള ഏതൊരു മനുഷ്യനും ഒരു വസ്തു എടുത്ത് നോക്കിയാൽ പരിശോധിച്ച് നോക്കിയാൽ അതിൽ സൃഷ്ടാവിന്റെ സൃഷ്ടിപ്പിന്റെ വൈവിധ്യം കാണാൻ സാധിക്കുമെന്നാണ് വാസ്തവം. മുഅ്മിനീങ്ങളെ, എന്താണ് മനുഷ്യശരീരം എന്ന ചോദ്യത്തിന് എല്ലാ ദൈവശാസ്ത്രജ്ഞന്മാരും സാമാന്യമായ ഉത്തരമാണ് നൽകിയത്. എന്നാൽ എന്ന തത്വശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ കവിതയിലൂടെ പറയുകയുണ്ടായി, 10 കാലം വെള്ളവും 7 ബാർ സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായ കൊഴുപ്പും 9000 മിനിറ്റുകൾക്കുള്ളിലെ കാർബണും അതുപോലെ തന്നെ ഒരു സാമാന്യ വലുപ്പമുള്ള ആണിയിൽ എരിയുമ്പോൾ ഒരു കോഴിക്കോട് വെള്ളയെടുക്കാൻ ആവശ്യമായ ചുണ്ണാമ്പും അല്പം സൾഫറും മഗ്നീഷ്യവും കൂട്ടി ശരിയായ അനുപാതത്തിൽ കൂട്ടി ചെലവ് മനുഷ്യരീരമായി എന്നാണ് പറഞ്ഞത്. എന്നാൽ എല്ലാ ദേവശാസ്ത്രജ്ഞന്മാർക്കും അറിയാം ഇതൊരു യഥാർത്ഥ ഉത്തരമല്ലാത്തത്. കാരണം എന്താണെന്നറിയുമോ? ഏതാനും രാസപദാർത്ഥങ്ങൾ കൂട്ടിച്ചേർത്താൽ ഉണ്ടാകുന്നതല്ല മനുഷ്യരീരമെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ നീ അങ്ങനെ ഒരു ലാബിൽ ഇങ്ങനെയൊരു ഈ പരീക്ഷണത്തിലൂടെ മനുഷ്യരീരം ഉണ്ടാക്കി ലഭിക്കുക. ഒരാൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അവന്റെ കണ്ണെങ്ങനെയാണ് നീക്കപ്പെട്ടുക, അവന്റെ കാലെങ്ങനെയാണ് നടത്തുക, അവന്റെ കൈയെങ്ങനെയാണ് ചലിക്കുക, അന്നൊരു റൂഹ് വേണ്ടേ, അതിനൊരു ആത്മാവ് വേണ്ടേ, അതിനൊരു ജീവൻ വേണ്ടേ എന്ന ചോദ്യത്തിന് അവൻ എന്താണ് മറുപടി പറയുക? പിന്നെ അവന്റെ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വയസ്അലൂനക അൻ റൂഹ വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. റൂഹ് എന്നുള്ളത് അല്ലാഹുവിൽ നിന്ന് മാത്രമുള്ളതാണ്. മുഅ്മിനെ, ഇവിടെയാണ് പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ ഏറ്റവും വലിയ അത്ഭുതം വിലകാവുന്നത്. റൂഹ് എന്നുള്ളത് മനുഷ്യന്റെ മാത്രമല്ല, സസ്യങ്ങളുടേതായാലും ജീവജന്തുക്കളുടേതായാലും റൂഹ് എന്നുള്ളത് പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ ഏറ്റവും വലിയ അത്ഭുതമാണ്. അതുപോലെ തന്നെയാണ് സൂര്യന് ചുറ്റും കറങ്ങുന്ന വലയത്തുന്ന ഓരോ ഗ്രഹങ്ങളും. അഥവാ ഭൂമി എന്നുള്ള ഗ്രഹം അത് ചൊവ്വയുടെ സ്ഥാനം ഏറ്റെടുക്കുന്നില്ല, ചൊവ്വ എന്നുള്ളത് ബുധന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നില്ല. അത് അതിന് നിശ്ചയിച്ച പാതയിലൂടെ മാത്രമാണ് കറങ്ങുന്നത്. ഒന്നാം അങ്ങോട്ട് മാറിയാൽ തന്നെ വലിയ ദുരന്തങ്ങൾക്ക് തന്നെ കാരണമാകാം. ഇത് അല്ലാഹു തആല അതിന് നിശ്ചയിച്ച പാതയിലൂടെ മാത്രമാണ് അത് കറങ്ങുന്നത്. ഇത് പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ ഒരു അത്ഭുതമായി നമുക്ക് കാണാം. അല്ലാഹു തആല അവന്റെ ഖുർആനിലെ അംബിയാ സൂറത്തിലൂടെ പറയുന്നുണ്ട്, ആദ്യം ആകാശവും ഭൂമിയും ഒട്ടിപ്പിടിച്ചതായിരുന്നു, പിന്നീട് നാം അതിനെ വേർപെടുത്തുകയാണ് ചെയ്തത്. ജീവനുള്ള എല്ലാ വസ്തുക്കളെയും ജലത്തിൽ നിന്ന് സൃഷ്ടിക്കുകയും ചെയ്തു. പിന്നീട് ജയം കൊണ്ട് ഭൂമി ചലിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഭൂമിയെ പർവ്വതങ്ങളെ ആദിയാക്കുകയും ചെയ്തു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. പിന്നെ പറയുന്നുണ്ട്, ഇതൊക്കെല്ലാം ആകാശത്തെ ഒരു സംരക്ഷിത കവചമായി വെക്കാൻ ഒരു മേൽക്കൂരയാക്കുകയും ചെയ്തു എന്നാണ് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നത്. മുഅ്മിനീങ്ങളെ, നാം ചിന്തിക്കണം, ആകാശത്തിനുള്ളതെല്ലാം ഭംഗിയുള്ള ഒരു സാധനമായി മാത്രം കാണാതെ നമ്മുടെ ജീവനത്തിന് അത്യാവശ്യമായ ഒരു കാര്യമാണ് ആകാശം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് അല്ലാഹു തആല അവന്റെ ഖുർആനിലൂടെ പറയുന്നത്, സൂറത്തുൽ പറയുന്നുണ്ട്, നിങ്ങൾ നോക്കുന്നില്ലേ ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്? മുഅ്മിനീങ്ങളെ, നാം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഒട്ടകത്തെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതിന്റെ അതിജീവനത്തിന് ആവശ്യമായ കാലുകളും ഉന്നകളും നൽകിയാണ്. അങ്ങനെ ഓരോ വസ്തു എടുത്ത് നോക്കിയാലും അതിന് സൃഷ്ടാവിന്റെ സൃഷ്ടിപ്പിന്റെ വൈവിധ്യം കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെയാണ് സൂര്യനിൽ നിന്നുള്ള നേരിട്ടുള്ള കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല രൂപകൽപ്പന ചെയ്ത സംവിധാനമാണ് ഓസോൺ പാളി എന്നുള്ളത്. അത് അല്ലാഹു തആല രൂപകൽപ്പന ചെയ്ത പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ അത്ഭുതമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് വാസ്തവം. മുഅ്മിനീങ്ങളെ, ഇനി ഒരുപാട് പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പഠിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. യുക്തിവാദത്തിനും നിരീശ്വരവാദത്തിനും പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.